പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമേനിയ 42ലേക്ക് നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളുടെ ഒരു റിസൾട്ടുകൾ നമുക്കിപ്പോൾ ലീക്കായി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കൺഫേം ചെയ്തിട്ടുള്ള 4 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. റസൽമേനിയ 42 ഏപ്രിൽ മാസം 19-ാം തീയതിയും 20-ാം തീയതിയും 2 ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത്. പുലർച്ചെ 3:30 മുതൽ നമുക്ക് നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഒഫീഷ്യലായിട്ടുള്ള WWE ഷോ കാണാൻ സാധിക്കുന്നത്. തേർഡ് പാർട്ടി വെബ്സൈറ്റുകളുടെ ലിങ്കൊക്കെ ആ റസൽമേനിയയിലേക്ക് മുൻപുള്ള പ്രൊഡിക്ഷൻ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള റസൽമേനിയ 42ൻ്റെ ഒരു അപ്ഡേറ്റ്. അപ്പോൾ നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ള 4 മെയിൻ ചാമ്പ്യൻഷിപ്പുകളിൽ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്ന ഒരു മത്സരം വുമൺസ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളതിൽ ഒരു ബിൽഡപ്പ് കുറവ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. നിലവിലെ ചാമ്പ്യൻ ജേഡ് കാർഗിലും നിലവിൽ ചലഞ്ചറായിട്ട് വരുന്നത് റിയ റിപ്ലിയുമാണ്. റിയ റിപ്ലി എലിമിനേഷൻ ചേംബർ 2026 വിജയിച്ചുകൊണ്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കുന്നത്. എന്നാൽ റിയ റിപ്ലി സ്മാക്ഡൗണിലേക്ക് കൂടുമാറിയതിന് ശേഷവും ഈ ഒരു ഫ്യൂഡ് അതിൻ്റെ ഒരു ലെവലിലേക്ക് എത്തിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതായത് ഇവർ തമ്മിലുള്ള ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ്സുകൾ നടന്നിട്ടുണ്ടെങ്കിലും ഇവർ തമ്മിലുള്ള ഒരു ഫൈറ്റോ അത്തരത്തിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇനി കൃത്യം ഒരു മാസം റസൽമേനിയ 42 ബാക്കിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇനിയുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ്സിൽ ഈ സ്റ്റോറിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഫൈറ്റ്സ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും റിയ റിപ്ലിയെ ഫേസ് ആക്കിയിട്ടും ജേഡ് കാർഗിലിനെ ഹീലാക്കിയിട്ടും തന്നെയായിരിക്കും ഈ ഒരു സ്റ്റോറി ലൈനിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിലവിൽ പുറത്തേക്ക് വരുന്ന റിസൾട്ട് റിയ റിപ്ലിക്ക് അനുകൂലമാണ്. റിയ റിപ്ലി പുതിയ വുമൺസ് ചാമ്പ്യൻ ആകുമെന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടാമതായി നമ്മൾ നോക്കുന്ന മത്സരം വുമൺസ് വേൾഡ് ചാമ്പ്യനായ സ്റ്റെഫനി വെക്കേർ ലിക് മോർഗനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പിനെ സംബന്ധിച്ചാണ്. ചലഞ്ചറായ ലിക് മോർഗൻ ഈ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കുന്നത് 2026 വുമൺസ് റോയൽ റംബിൾ മത്സരം വിജയിച്ചുകൊണ്ടാണ്. ലിക് മോർഗന് വീണ്ടും ടൈറ്റിൽ പിക്ചറിലേക്ക് വന്നതിനോട് പലതരത്തിലുള്ള ഒരു ഫീഡ്ബാക്കാണ് ആരാധകർക്കിടയിൽ തുടക്കത്തിൽ വന്നത് എന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റോറി ഇപ്പോൾ മെല്ലെ മെല്ലെ ആരാധകർക്കിടയിൽ ക്ലിക്കായി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റെഫനി വെക്കേർ കൃത്യമായി റോ എപ്പിസോഡുകളിൽ മത്സരിക്കുന്നതും ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിക് മോർഗൻ്റെ പ്രോഗ്രാംസും അത് നല്ല രീതിയിൽ ആരാധകർക്കിടയിൽ ഇപ്പോൾ ക്ലിക്കായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും സ്റ്റെഫനി വെക്കേറിനെ ഫേസ് ആക്കിയിട്ടും ലിക് മോർഗനെ ഹീലാക്കിയിട്ടും എന്നതിന് അവർ ഈ ഒരു സ്റ്റോറി കൊണ്ടുപോകുകയുള്ളൂ. നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് ലിക് മോർഗൻ വീണ്ടും വുമൺസ് വേൾഡ് ചാമ്പ്യൻ ആകുമെന്നാണ്. അതായത് പുതിയ ചാമ്പ്യനെ നമുക്ക് റസൽമേനിയ 42ൻ്റെ സ്റ്റേജിൽ ലഭിക്കുമെന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് അറിയാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ മത്സരം നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് സൂപ്പർ താരമായ റോമൻ റെയിൻസിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. റോമൻ റെയിൻസ് എന്ന ചലഞ്ചർ ഈ ഒരു ടൈറ്റിൽ മാച്ച് ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കുന്നത് മെൻസ് റോയൽ റംബിൾ 2026 വിജയിച്ചുകൊണ്ടാണ്. റോമൻ റെയിൻസിൻ്റെ കരിയറിലെ രണ്ടാമത്തെ റോയൽ റംബിൾ വിജയമായിരുന്നു ഈ ഒരു വർഷം നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ആരാധകർ വലിയൊരു ആവശ്യത്തിലാണ്. റോമൻ റെയിൻസ് വീണ്ടും റോയൽ റംബിൾ വിജയിച്ച് ടൈറ്റിൽ പിക്ചറിലേക്ക് വന്നത് കൊണ്ട് തന്നെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് വലിയൊരു പ്രാധാന്യം ലഭിക്കുന്നു എന്നുള്ളൊരു ആവശ്യത്തിൽ തന്നെയാണ് ആരാധകർ ഉള്ളത്. നിലവിൽ പുറത്തേക്ക് വരുന്ന റിസൾട്ട് റോമൻ റെയിൻസിന് അനുകൂലമാണ്. റസൽമേനിയ 42ൻ്റെ രണ്ടാമത്തെ ദിവസം അതായത് ഏപ്രിൽ 20-ാം തീയതി മെയിൻ ഇവൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം കാണാൻ സാധിക്കുക. അപ്പോൾ OTC റോമൻ റെയിൻസ് CM പങ്കിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആകുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ റോമൻ റെയിൻസിന് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെയായിരിക്കുമോ കാണാൻ സാധിക്കുക, അതോ CM പങ്ക് എന്ന് പറയുന്ന വെറ്ററൻ റെസ്ലർ റോമൻ റെയിൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു സ്റ്റോറി ലൈനിലെ വമ്പൻ ട്വിസ്റ്റൊക്കെ കാണിച്ച് വീണ്ടും CM പങ്ക് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ? ഇവർ തമ്മിലുള്ള സ്റ്റോറി റസൽമേനിയ 42ന് ശേഷവും മുന്നോട്ടേക്ക് പോകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നാലാമത്തെ ചാമ്പ്യൻഷിപ്പ് മത്സരം എന്ന് പറയുന്നത് അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ് റാൻഡി ഓർട്ടൺ എന്ന സൂപ്പർ താരത്തിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. റാൻഡി ഓർട്ടൺ എലിമിനേഷൻ ചേംബർ 2026 വിജയിച്ചുകൊണ്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നേടിയെടുക്കുന്നത്. കോഡി റോഡ്സിനെ തന്നെ അവസാനം എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ് എലിമിനേഷൻ ചേംബറിൽ റാൻഡി ഓർട്ടൺ ആ ഒരു വിജയം കരസ്ഥമാക്കുന്നത് എന്നുണ്ടെങ്കിലും അതിനുശേഷം നടന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഡ്രൂ മാക്കൻഡയറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോഡി റോഡ്സ് വീണ്ടും ചാമ്പ്യനായപ്പോൾ കോഡി വേഴ്സസ് റാൻഡി തമ്മിലുള്ള നമ്മൾ ഏറെ കൊല്ലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു ഡ്രീം മാച്ചിലേക്ക് റസൽമേനിയ 42ൽ കാര്യങ്ങൾ എത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലെ കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റിൽ റാൻഡി ഓർട്ടൺ വീണ്ടും വില്ലനായത് 5 വർഷങ്ങൾക്ക് ശേഷമുള്ള റാൻഡി ഓർട്ടൻ്റെ വില്ലത്തരങ്ങളിലേക്കുള്ള തിരിച്ചുപോക്ക് ഈ ഒരു മത്സരത്തിൻ്റെ
ക്യൂരിയോസിറ്റി വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു. അതായത് പോസ്റ്റർ ബോയ് ആയി നിലവിൽ WWE കാണുന്ന കോഡി റോഡ്സിനെതിരെ ഉറ്റ സുഹൃത്തെന്ന് അറിയപ്പെടുന്ന റാൻഡി ഓർട്ടൺ അദ്ദേഹത്തിൻ്റെ 2009 കഥാപാത്രത്തിൻ്റെ ആ വില്ലൻ കഥാപാത്രത്തിൻ്റെ സവിശേഷതകളൊക്കെ പുറത്തേക്ക് എടുക്കുന്ന രീതിയിലുള്ള ഒരു ഹീൽ ടേൺ ചെയ്യിപ്പിച്ചപ്പോൾ വേറെ ലെവലിലേക്ക് ആ ഒരു സ്റ്റോറിയുടെ മൂഡ് തന്നെ മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിലവിൽ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് അനുസരിച്ചും റസൽമേനിയ 42 കോഡി റോഡ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റാൻഡി ഓർട്ടൺ അദ്ദേഹത്തിൻ്റെ കരിയറിലെ 15ാമത്തെ തവണ WWE ചാമ്പ്യൻ ആകുന്ന ഒരു മുഹൂർത്തം കൂടി കാണാൻ സാധിക്കുമെന്നുള്ള ഒരു അപ്ഡേറ്റ്സാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിച്ച ഒരു അപ്ഡേറ്റ് അനുസരിച്ച് ഇപ്പോഴത്തെ സ്റ്റോറി ലൈനിലെ സിനാരിയോകളിലൊക്കെ നോക്കി ഇപ്പോൾ ഒരു ജേർണലിസ്റ്റ് പങ്കുവച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ഈ 4 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളുടെ റിസൾട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിലും പുതിയ ചാമ്പ്യന്മാരെ ലഭിക്കുന്നു എന്നുള്ള വലിയൊരു സവിശേഷതയുണ്ട്. അപ്പോൾ ഈ പുതിയ ചാമ്പ്യന്മാരെ ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ റസൽമേനിയ 42 ശേഷം പുതിയ സ്റ്റോറി ലൈനിൽ WWE ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു റിസൾട്ട് അപ്ഡേറ്റ്സ് ആണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ 4 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ കൂടാതെ പിന്നീട് WWE നിലവിൽ കൺഫേം ചെയ്തിട്ടുള്ള ഏക മത്സരം എന്ന് പറയുന്നത് ഒബാഫെമി വേഴ്സസ് ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നർ തമ്മിലുള്ള മത്സരമാണ്. ഈ മത്സരത്തിൽ മിക്കവാറും ഒബാഫെമി ബ്രോക്ക് ലെസ്നറിനെ പരാജയപ്പെടുത്തുന്നതായിട്ടായിരിക്കും കാണാൻ സാധിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബ്രോക്ക് ലെസ്നർ ഒരു പുട്ട് ഓവർ സ്റ്റൈൽ മത്സരം തന്നെയായിരിക്കും ഒബാഫെമിക്കെതിരെ കളിക്കുക. അതിൻ്റെ ഒരു ആവശ്യവും നിലവിൽ ഉണ്ട്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.